ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ കളിയിലും മാൻ ഓഫ് ദി മാച്ച് നേടിയ ഒരേയൊരു താരം വിനീഷ്യസ് ജൂനിയർ. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീൽ ആരാധകർക്ക് കുറേയധികം പറയാനുള്ളത് ആ ഒരൊറ്റ പ്ലെയറിനെ വഹിക്കാം. കാരണം ബ്രസീലിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളതും ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ളതും ഒരേ ഒരാൾ മാത്രമാണ്, വിനീഷ്യസ് ജൂനിയർ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട്. നമുക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ വംശത്തെ നോക്കിയിട്ടാണ്, അതായത് ജാതിയെ നോക്കിയിട്ടാണെങ്കിലും കളറിൽ നോക്കിയിട്ടാണെങ്കിലും കുറേയധികം കളിയാക്കലുകളും വിമർശനങ്ങളും നേരിട്ടിട്ടുള്ള ഒരു താരം കൂടിയാണ് വിനീഷ്യസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഫുട്ബോളിൻ്റെ ഒരു ട്രോളിലൊക്കെ അദ്ദേഹം കരയുന്നൊക്കെ ഒരു സംഭവമൊക്കെ ഫുള്ള് ട്രോളാക്കി വന്നിട്ടുണ്ട്. തൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും തൻ്റെ എല്ലാ പരിഹാസങ്ങളിലൊക്കെ പൊടിച്ചു നിന്ന് ഇതിനൊക്കെ മറുപടി നൽകുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് താൻ കാത്തിരുന്ന ഒരു ടൈമുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. ഇതൊരു ചെറുതാണെങ്കിൽ പോലും ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ കളി കഴിയുമ്പോൾ മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ടുള്ളത് ഒരൊറ്റ താരമാണ് എല്ലാത്തിലും. അത് വിനീഷ്യസ് ജൂനിയർ എന്നുള്ളതാണ്. ബ്രസീലിലെ പ്രത്യേകിച്ച് ഈ 2026 വേൾഡ് കപ്പിൽ കഴിഞ്ഞ ഈ 3 മത്സരം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീലിലെ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് ആരാണെന്ന് ബ്രസീൽ ആരാധകരോട് ചോദിച്ചാൽ അവർ പറയുക ഒരൊറ്റ പേരാണ്, വിനീഷ്യസ് ജൂനിയർ. ഇത് കേൾക്കുമ്പോൾ ബ്രസീൽ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇതിനോടുള്ള മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.